ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജൂസ് വ്ലോഗ്സ്. നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ലങ്കാവിയിലുള്ള മൗണ്ട് മച്ചിങ് ചാങ് മലനിരകളിലാണ്. ഇവിടെയാണ് ലങ്കാവിയിലെ പ്രശസ്തമായ കേബിൾ കാറും ഗ്ലാഡ്സ് ബ്രിഡ്ജും അതുപോലെ തന്നെ പുതുതായി വന്നിട്ടുള്ള ഈഗിൾ നെസ്റ്റ് സ്കൈ വാക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൂക്ക് വഴിയായിരുന്നു. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ നമുക്ക് ഫേസ് ചെയ്ത കുറേ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുകൾ ഒന്നിച്ചാണ്. എല്ലാറ്റിൻ്റെ ഫ്രണ്ടിലും സ്കൈ കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സോ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ചെല്ലുന്ന ഏരിയയിലാണ് നമ്മുടെ കൗണ്ടർ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ ആദ്യം ചെല്ലുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടറിലേക്കാണ് എത്തുക. അവിടെ നമ്മൾ QR കോഡ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ 4 ബാൻഡുകൾ തന്നു. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് സോ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലേക്കും കയറാനുള്ള ബാൻഡാണ്. നമുക്ക് 3 സെക്ഷനായിട്ട് തന്നെ തിരിക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബാൻഡ് മേടിച്ച് സ്കാൻ ചെയ്ത് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു വലിയ ക്യൂ നിൽക്കേണ്ടി വരും. ആ ക്യൂവും കടന്നാണ് നിങ്ങൾ കേബിൾ കാറിലോട്ട് കയറുന്നത്. അവിടെയാണ് ആ ക്യൂ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഡേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഡേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് 3 ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. ഒന്ന് സ്കൈ ഡൂമാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡൂം ഷേപ്പിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അത് നിങ്ങൾക്ക്. പിന്നെ സ്കൈ റെക്സ് ഉണ്ട്, അതായത് ഒരു വണ്ടിയിൽ നിങ്ങൾ കയറ്റിയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു 3D ഗ്ലാസ് ഒക്കെ തരും. പിന്നെ നിങ്ങൾ ചെല്ലുന്ന ഒരു ഡൈനോസറിന്റെ വേൾഡിലേക്കായിരിക്കും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉള്ളതാണ് 3D ആർട്ട് ഗാലറി ലങ്കാവി. 3D ഫോട്ടോസ് ഒക്കെ ആയിട്ടുള്ള സംഭവമാണത്. അവിടെ നിങ്ങൾക്ക് ചെന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാ വർക്ക് ആയിട്ടുള്ള ഒരുപാട് പിക്കുകൾ നിങ്ങൾക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അവിടെ നിന്നാണ് നിങ്ങൾ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുക. കേബിൾ കാറിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം ചെല്ലുന്നത് മിഡിൽ സ്റ്റേഷനിലോട്ടായിരിക്കും. മിഡിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഈഗിൾസ് നെസ്റ്റ് സ്കൈ വാക്ക് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അതിന്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 38 മീറ്റർ നീളമാണ് അതിനുള്ളത്. ആ ഒരു സുതാര്യമായ ഗ്ലാസ് ഇങ്ങനെ 650 അടി മുകളിലായിട്ട്, താഴ്വരയിൽ നിന്ന് 650 അടി മുകളിലായിട്ട് 38 മീറ്റർ നീളത്തിലാണത് ഉള്ളത്. അതിന്റെ അറ്റം ഇങ്ങനെ ഒരു കഴുകന്റെ ഫേസിന്റെ ഷേപ്പിലായിരിക്കും. അവിടെ ഒരു നെസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ബാഗ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. പകരം അവർ വേറൊരു ഷൂ തരും. ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ഫോൺ കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അവരൊരു കവർ തരും. ആ ഒരു പൗച്ചിൽ നിങ്ങളുടെ ഫോൺ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. മിഡിൽ സ്റ്റേഷനിൽ അതെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും കേബിൾ കാറിൽ കയറിയിട്ട് മുകളിലേക്ക് പോകാവുന്നതാണ്. മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആ മുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു സ്കൈ ഗ്ലൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫോറസ്റ്റിനുള്ളിലൂടെ നടന്ന് ഏറ്റവും ടോപ്പില് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടും പിന്നെ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആ ബ്രിഡ്ജിലോട്ടൊക്കെ പോവാവുന്നതാണ്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൈ ഗ്ലൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്കൈ ഗ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ ചെരുവിലായിട്ടൊരു പാതയുണ്ട്. അതിന്റെ മുകളിലൂടെ ഒരു ക്യാബിനിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ചെരിഞ്ഞ് പോകുന്നൊരു ക്യാബിനാണത്. അതാണ് സ്കൈ ഗ്ലൈഡ് എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഏറ്റവും ടോപ്പിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ ആ ബ്രിഡ്ജും നമ്മൾ പിക്കിലൊക്കെ കാണുന്ന ആ ബ്രിഡ്ജ് ഉള്ളത്. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വരിക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല. നേരെ QR കോഡ് കാണിച്ചപ്പോൾ ഉള്ളിലേക്ക് കയറി പോന്നു. ബാൻഡ് മേടിച്ച് ഉള്ളിലോട്ട് കയറി പോകുന്നു. പക്ഷെ ഉള്ളിൽ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ 8 മണിക്ക് എത്തിയ ആൾക്കാരാണ് കേട്ടോ, ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഇത്രയും വലിയൊരു ക്യൂ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ക്യൂ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്ന ആ ഒരു ക്യാബിനുകൾ. ഈ ക്യാബിനുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് 2 തരത്തിലുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത് സാധാ നോർമൽ ക്യാബിനാണ്. താഴ്ഭാഗം കണ്ടില്ലേ? ഇനി ഈ താഴ്ഭാഗം ഗ്ലാസ് ആയിട്ട് വരുന്ന ഗ്ലാസ് ബോട്ടം ക്യാബിനുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ആ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ത്രില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിനും വരുന്ന ഫീ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ
ഫീയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ ഇൻ വൺ കോംബോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ടെന്നും നോക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ സ്കൈഡോം, സ്കൈറെക്സ്, 3D ആർട്ട് ഗാലറി, ഇത് മൂന്നും മിക്ക ടിക്കറ്റുകളുടെയും കൂടെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ സ്കൈ ഗ്ലൈഡ്, അതുപോലെ തന്നെ ഈഗിളിന് സ്കൈ വോക്ക്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഓരോ പാക്കിന്റെ കൂടെ, ഓരോ കോംബോ പാക്കുകളുടെയും കൂടെ ഉണ്ടായിരിക്കും. സോ അതൊന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക എല്ലാം ഇല്ലേന്ന്. നമ്മൾ ഇതിലാകെ കൂടി ഒഴിവാക്കിയത് ഈഗിളിന് സ്കൈ വോക്ക് മാത്രമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടോ അതെനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ആയില്ല. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമാണല്ലോ, നമുക്കത് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമായിട്ട് ഫീൽ ആയില്ല. സോ നമ്മളത് അവോയ്ഡ് ചെയ്തു. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ എക്സൈറ്റഡ് ആക്കാൻ പോകുന്നത് ഒരു സംഭവമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലായിരിക്കും നമുക്ക് തോന്നുക നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല, ചെയ്യില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചൊരു സംഭവമായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഭയങ്കര എക്സൈറ്റഡ് ആക്കുകയെന്ന്. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. 3D ആർട്ട് ഗാലറിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും ഹസ്ബൻഡുമാണ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ വൈദ്യുതി പറ്റിയതല്ല, നമ്മൾ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കില്ല എന്ന്. പക്ഷെ ഞങ്ങൾ എല്ലാ പിക്കും എടുത്തു ഗൈസ്. എല്ലാതിൻ്റെ മുന്നിൽ നിന്നും അവർ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് പിക്ക് എടുക്കേണ്ടത്, അതുപോലെ തന്നെ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഒരുപാട് പിക്കുകൾ എടുത്തു. ആ പിക്സൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ആയി. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് സുവനിയേഴ്സ് മേടിക്കാനുള്ള ഷോപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിൽ കൂടെ വ്യൂ കാണാനായിട്ട് നല്ല രസമായിരുന്നു. നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോയൊരു ട്രിപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ദ വീഡിയോ ഗൈസ്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഗായ്സ്.